முடிச்சிடலாமா? എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ എന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസാണ് ഇടുന്നത്. എല്ലാവരും കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഗസ്റ്റ് 14 കൂലി സിനിമ കാണാനാണ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 14 കൂലി റിലീസായത്, പക്ഷേ എനിക്കന്ന് കാണാൻ പറ്റിയില്ല. മെയിൻ കാര്യം ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഞാൻ കൂലി കാണാൻ വന്നിരിക്കുന്നത്. രാവിലത്തെ ഷോ 9 മണിക്കുള്ള ഷോ. അപ്പോൾ ഇന്നലത്തെ റിവ്യൂ വന്നപ്പോൾ തന്നെ ഒരു മിക്സഡ് റിവ്യൂ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഇനി ഈ പടം മോശമാവുമോ എന്ന് വരെ എനിക്ക് ചിന്തയുണ്ട്. ഇനി കാരണം തഗ് ലൈഫൊക്കെ ഭയങ്കര എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് തഗ് ലൈഫ്, റെട്രോ, ആ സിനിമകളൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇതിനി എന്താവുമെന്നോ. എനിക്ക് വേട്ടയൻ പോലും ഒരു ജയിലറിനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ വേട്ടനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇനി ഈ സിനിമ ഇനി എന്താവുമെന്നോ, റിവ്യൂ കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് ഇനി എന്താവും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം രജനീകാന്തിൻ്റെ സിനിമ, മെയിൻ കാര്യം രജനീകാന്തിൻ്റെ സിനിമ, അതുപോലെ ലോകേഷ് കനകരാജ്, പിന്നെ ഉപേന്ദ്ര, സൗബിൻ ശേഖർ, പിന്നെ നമ്മുടെ അമീർ ഖാൻ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നാഗാർജുൻ, അപ്പോൾ അവരെല്ലാവരും ഉള്ളപ്പോൾ ഇനിയിപ്പോൾ നന്നായിരിക്കും. അപ്പോൾ നമുക്കിനി എന്താ പറയുക, രാവിലത്തെ ഷോ ആണ്. അപ്പം ഞാൻ കുറച്ച് റിവ്യൂസേ കണ്ടുള്ളൂ. കണ്ട റിവ്യൂസൊക്കെ നെഗറ്റീവാണ്. കുറച്ച് പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോലും ഒരു മിക്സഡ് റിവ്യൂ ആണ് ഈ സിനിമയുടെ റിവ്യൂ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഞാൻ എന്താ രാവിലെ 9 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. രാവിലത്തെ ഷോ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സിനിമ കണ്ടിട്ട് ഇൻ്റർവെല്ലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ഇന്നലെ ഓഗസ്റ്റ് 14 തന്നെയാണ് വാർ 2 ഇറങ്ങിയത്. അപ്പം അതിൻ്റെയും ഒരു നെഗറ്റീവ് സൈഡേ വന്നിട്ടുള്ളൂ. കാരണം കുറച്ച് പോസിറ്റീവും കുറച്ച് നെഗറ്റീവും. എന്തായാലും ഞാൻ വാർ 2 കാണാൻ നിൽക്കുന്നില്ല. എനിക്ക് കൂലിയാണ് കാണാൻ ആഗ്രഹം. അപ്പോൾ എന്തായാലും കൂലി കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. വാർ 2 ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണില്ല. കാണണമെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇതിൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം. ഇനി ഇൻ്റർവെല്ലായിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇൻ്റർവെൽ വരെ കണ്ടിട്ട് ബാക്കി എന്താണെന്നുള്ള കാര്യം എൻ്റെ ഒപ്പീനിയൻ പറയാം. முடிச்சிடலாமா? അങ്ങനെ കേസ് പടം ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയാം, ഞാൻ ഇന്നലെ റിവ്യൂവിൽ കണ്ടപ്പോൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് നെഗറ്റീവ് എന്നല്ല, ഒരു അങ്ങനെ മിക്സഡ് റിവ്യൂ വേണ്ടുള്ളൂ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലെ രജനീകാന്തിൻ്റെ ആ ഒരു ഇൻട്രോ എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയെങ്കിലും, പക്ഷേ ബാക്കിയുള്ളവരുടെ ഇൻട്രോ ഒക്കെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് എന്തായാലും രീതി ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും ഫൈറ്റ് ആയാലും എന്തുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ഹോസ്റ്റൽ, അതത്രയും പറഞ്ഞുള്ളൂ, അവിടെ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്, അതും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോർ, BGM അനിരുദ്ധ് ഗംഭീരം എന്ന് തന്നെ പറയാം. ചിലർ പറഞ്ഞു അനിരുദ്ധിൻ്റെ BGM ഇതിൽ അത്ര വന്നിട്ടില്ല, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജയിലറിൻ്റെ പോലെ അത്ര ഇൻ്റർവൽ പഞ്ച് വന്നിട്ടില്ലെങ്കിലും എന്നാൽ സംഭവം കൊള്ളായിരുന്നു. ലോകേഷിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ സംഭവം കൊള്ളായിരുന്നു. എന്നാൽ ജയിലറിൻ്റെ അത്ര എത്തിയിട്ടില്ല, എന്നാൽ വേട്ടേനേക്കാളും പോയിട്ടുണ്ട്. എനിക്ക് ആ രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ ആക്ടിങ്, നാഗാർജുൻ്റെ ആക്ടിങ് ആയാലും നല്ല രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ DAGൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിലേക്കാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മോനിക്ക പാട്ട്, വേറൊരു പാട്ടുണ്ട് രജനീകാന്തിൻ്റെ, അതും ഫസ്റ്റ് ഹാഫിലാണ് വരുന്നത്. ആ 2 പാട്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ സീൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സീൻസ് അല്ല, ആ സീൻ കട്ട് ചെയ്തിട്ടല്ലേ യൂട്യൂബിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ആ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ഹാഫ് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും ആക്ടിങ് നേരത്തെ പറഞ്ഞ ഗംഭീരം. അതുപോലെ തന്നെ രജനീകാന്ത്, മെയിൻലി രജനീകാന്ത് ഗംഭീരം എന്ന് തന്നെ പറയാം. അയാൾക്ക് കൊടുത്ത റോൾ അതുപോലെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് പറയുന്നത്, സെക്കൻഡ് ഹാഫും കൂടെ കണ്ടിട്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറയാം. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇതെന്തായാലും LCU അല്ല, ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ ഇത് എന്തായാലും LCU അല്ല. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം.
അങ്ങനെ ഗൈസ് പടം ഫുൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയുക, എനിക്ക് എന്തായാലും പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒട്ടും നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് തോന്നുന്നെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയി. അതുപോലെ തന്നെ കുറച്ച് ഹൈ മൊമെൻറ്റ്സും കൂടെ കൊണ്ടുവരായിരുന്നു. കുറച്ച് ചില സീനൊക്കെ നല്ല BGM കയറ്റി ഒറ്റ ഷോട്ടിൽ അത് കട്ട് ചെയ്ത് കളയാം BGM. അപ്പോൾ അടുത്ത വേറെ സീൻ അതൊക്കെ എനിക്ക് ജസ്റ്റ് ആയിട്ട് തോന്നി. പക്ഷേ ബാക്കിയെല്ലാം കൊള്ളാം. പോർട്ടിൽ വെച്ച് കുറേ ഫൈറ്റും ക്ലൈമാക്സ് സീനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സൗബിൻ ഷാക്കിറിൻ്റെ വില്ലനിസം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിൻ ഷാക്കിറിന് എന്ത് പറ്റുന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ പറയാം. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഇഷ്ടപ്പെട്ടു. ഒരു 10 ഒരു 8 കൊടുക്കാം. ആകെ 2 നെഗറ്റീവായിട്ട് തോന്നിയത് ഈ ഹൈ മൊമെൻറ്റ്സ് ജസ്റ്റ് കുറഞ്ഞു പോയി. അതുപോലെ തന്നെ നമ്മുടെ ലെങ്ത്തും കൂടെ കുറച്ച് കൂടിപ്പോയെന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ, കുഴപ്പം മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഒരു കുഴപ്പം ഈ സിനിമയ്ക്കകത്തില്ല. ടിപ്പിക്കലി പറഞ്ഞാൽ ഇത് രജനീകാന്ത് ചിത്രം അല്ല, ലോകേഷിന് തെറ്റുപറ്റിയെന്ന് പറയണ്ട. ഇത് രജനീകാന്തിന് വേണ്ടിയുള്ള ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ലോകേഷിൻ്റെ മേക്കിംഗ് ഓക്കെ സംബന്ധിച്ച് ലോകേഷിൻ്റെ സ്ഥിരമായിട്ടുള്ള കണ്ടുമടത്തിനേക്കാളും കുറച്ച് ഇതായിട്ട് പറയാം. പക്ഷേ രജനീകാന്തിനെ കാണണമെങ്കിൽ ഈ സിനിമ കണ്ടാൽ മതി. ഗംഭീരമായിട്ട് രജനീകാന്ത് ചെയ്തിട്ടുണ്ട്. ആ DAGing പരിപാടി സെക്കൻഡ് ഹാഫിലാണ് വരുന്നതെന്ന് തോന്നുന്നു, സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആ DAGing പരിപാടി ഗംഭീരമെന്ന് തന്നെ പറയാം. തിയേറ്റർ മൊത്തത്തിൽ ഇളകി മറിയായിരുന്നു. എൻ്റെ ഈ ഷോയ്ക്ക് കണ്ട 700 പേർക്ക് എനിക്ക് തോന്നുന്നു സിനിമ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. കാരണം ഫുൾ വിസിലടിയും ഒക്കെ ആയിരുന്നു. ഞാൻ ഈ തഗ് ലൈഫിൽ വന്നപ്പോൾ എന്താ പറയുക, ആദ്യത്തെ ഒരു 10 മിനിറ്റ് മാത്രമേ വിസിലടിച്ചുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ ആൾക്കാരൊക്കെ ഉറക്കമായിരുന്നു. പക്ഷേ ഇത് ഫുൾ ഓൺ പടമെന്ന് തന്നെ പറയാം. എനിക്കെന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. രജനീകാന്തിന് എനിക്ക് ജയിലറിന് ശേഷം ഇഷ്ടപ്പെട്ട ഏത് സിനിമ എന്ന് വെച്ചാൽ ഇതാണെന്ന് പറയാം. വേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേട്ടനും ലാൽ സലാമൊക്കെ എനിക്ക് കുഴപ്പമില്ല. വേട്ടനാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. ലാൽ സലാം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ജയിലറിന് ശേഷം ഗംഭീര രജനീകാന്ത് ഇളകി മറിയുന്ന സീനെന്ന് വേണമെങ്കിൽ പറയാം. ഈ ലോകേഷിൻ്റെ വിക്രത്തിൻ്റെ ഇൻട്രൽ പഞ്ച് വരെ എത്തിയില്ലെങ്കിലും രജനീകാന്തിൻ്റെ സിനിമയിൽ ഇൻട്രൽ പഞ്ച് നല്ല രീതി ചെയ്തിട്ടുണ്ട്. രജനീകാന്ത് അഭിനയിച്ചപ്പോൾ ഇൻട്രൽ പഞ്ച് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വിക്രമിൻ്റെ അത്ര എത്തിയില്ല, പക്ഷേ രജനീകാന്ത് ആയതുകൊണ്ട് നല്ല രീതിയിൽ ആ ഇൻട്രൽ പഞ്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് പറയുക, രജനീകാന്തിൻ്റെ ഇൻട്രോ കുറച്ച് ഇതായിട്ട് തോന്നി എനിക്ക്. ആ ഒരു കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ബാക്കി ഫുൾ ഓൺ രജനീകാന്ത് ഇളകി മറിയ തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ ആക്ഷൻ സീക്വൻസൊക്കെ കുറച്ച് ഇതായിരിക്കും ഇതൊക്കെ ആയിട്ട് തോന്നി. കാരണം ഒരു പ്രായമായില്ലേ, 70 വയസ്സ് ഒരാൾക്ക് ഇത്രയെല്ലാം ഒരു ആക്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് ഇരുന്ന് കണ്ടാൽ മതി. അല്ലാതെ ഈ ഫൈറ്റ് കൊള്ളൂല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. എന്ന് പറയുമ്പോൾ അവിടുത്തെ അതായത് അങ്ങനെ പറയുന്നെങ്കിൽ അതായത് രജനീകാന്തിന് 70 വയസ്സായി, ആ രീതിയിലുള്ള ഫൈറ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്കെന്തെല്ലാം രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഫൈറ്റായാലും എനിക്ക് എല്ലാം ഒരു നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത്. എന്ന് പറഞ്ഞാൽ മോശം പറയാൻ എനിക്കായിട്ട് തോന്നിയിട്ടില്ല. ലെങ്ത്ത് മാത്രം എനിക്ക് കുറച്ച് കൂടിപ്പോയി. അല്ലാതെ വേറെ ഒരു കുഴപ്പവും ഈ സിനിമയ്ക്കകത്തില്ല. രജനീകാന്തിൻ്റെ ആക്ടിങ് ആയാലും ആരുടെ ആക്ടിങ് ആയാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ശ്രുതി ഹാസൻ എപ്പോഴും മറ്റേ എമ്പുരാനിൽ മഞ്ജു വാര്യർ കഴിയുന്ന പോലെ ഇതിനകത്ത് എപ്പോഴും ശ്രുതി ഹാസൻ കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അത് മാത്രം എനിക്ക് നെഗറ്റീവായിട്ട് അത് മാത്രം കുഴപ്പമായിട്ട് തോന്നി. ബാക്കിയെല്ലാം കൊള്ളാം. ഈ എമ്പുരാനിൽ മഞ്ജു വാര്യർ കഴിയുന്ന പോലെ ഇതിനകത്തും ശ്രുതി ഹാസൻ എപ്പോഴും കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അത് മാത്രമേ കുഴപ്പമായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൊള്ളാം. കൊടുത്ത പൈസ, ടിക്കറ്റ് ബുക്ക് ചെയ്ത പൈസ എന്തായാലും മുതലായി. കാരണം ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആയില്ല. ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാനും സാധ്യത കുറവായിരിക്കും. എന്തായാലും എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ കാണാത്ത ഒരാൾക്കാരാണെങ്കിൽ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. മാക്സിമം ഏരിയസ് ഫ്ലെക്സിൽ തന്നെ പോയിരുന്ന് കണ്ടാൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. എനിക്കെന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അഭിപ്രായം പറയാം. കാണാത്തൊരാൾക്കാരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം പറയാം. എന്തായാലും എനിക്കൊരു 10 ഒരു സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടപ്പോൾ 10 ഇട്ട് കൊടുക്കാം. ആ 2 പോയിൻ്റ് എവിടെ പോയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്തും ആ ഒരു ഹൈ മൊമെൻറ്റ്സും ജസ്റ്റ് ആ ശ്രുതി ഹസൻ്റെ അതൊക്കെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഗംഭീരം തന്നെ പറയാം. മേക്കിംഗ് വൈസ് ലോകേഷിനെ മാറ്റി നിർത്തിയ സംഭവം കൊള്ളാം. രജനീകാന്ത് ആയതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടത്. അല്ലാത്ത പക്ഷേ വേറെ ആരും അഭിനയിച്ച് എനിക്ക് കൊള്ളാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ BGM ഈ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ജയിലറിൻ്റെ കാർഡിൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എന്നാൽ ഉണ്ട്. പക്ഷേ ചില മൊമെൻറ്റ്സൊക്കെ ഹൈ മൊമെൻറ്റ്സ് കൊണ്ടുവന്ന് ഒറ്റ സീനിൽ താഴോട്ടാക്കി. അതുപോലെ തന്നെ പവർ ഹൗസ് പാട്ട് ലാസ്റ്റിലാണ് കാണിക്കുന്നത്. അത് കുറച്ച് എനിക്കിതായിട്ട് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിലൊക്കെ ഇത് കാണിക്കുമായിരുന്നു കുറച്ചും കൂടെ രീതിയിൽ. അതുപോലെ തന്നെ മോനിക്ക പാട്ട് കൊള്ളായിരുന്നു, എനിക്ക് തിയേറ്ററിൽ കേൾക്കാൻ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ എല്ലാ പാട്ടും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ BGM എടുത്ത് പറയുന്നത് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പിന്നെ ഇപ്പോഴും പറയുന്നത് LCU അല്ല, LCU എന്നുള്ള കൺസെപ്റ്റ് ഇതിനകത്തില്ല. പിന്നെ ലോകേഷിൻ്റെ ഡയറക്ഷൻ വൈസ് ഈ മുമ്പത്തെ സിനിമ വെച്ച് നോക്കുമ്പോഴാണ് ചില നെഗറ്റീവ് പറയുന്നത്. അല്ലാത്ത പക്ഷേ രജനീകാന്തിനെ മൈൻഡ് സെറ്റ് ഇരുന്ന് കണ്ട ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അല്ല ലോകേഷിൻ്റെ ഡയറക്ഷൻ കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെടാൻ പോകുള്ളൂ. പക്ഷേ രജനീകാന്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കാണുക. ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. ഇനി വരുന്ന സിനിമയുടെയൊക്കെ ഞാൻ റിവ്യൂ ഇടാൻ നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ മാക്സിമം ഞാൻ സിനിമ റിവ്യൂസാണ് ഇടാൻ നോക്കുന്നത്. എല്ലാവരും കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.